C+ൽ നിന്ന് A+ലേക്ക് എങ്ങനെ വരാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ ഈ C+ എന്ന് മാറിയിട്ട് A+ലേക്ക് എത്താന്നുള്ള വളരെ സിമ്പിൾ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൽ എക്സാം ക്ലാസ് ഉണ്ട്, ബാച്ച് ഉണ്ട്, നിങ്ങൾക്ക് അടിപൊളി ബുക്സ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം, എങ്ങനെയാണ് ഒരു ചാപ്റ്റർ യൂട്യൂബിലെ ക്ലാസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ബുക്ക് വെച്ചിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് ചെറിയ ഐഡിയ തരാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് വേണ്ട എന്താണ്, ഞാനൊരു ബുക്കും റെഡിയാക്കേണ്ട, ഒരു പെന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഞാനൊരു ബുക്ക്, നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്ക് ആണ് ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ എക്സാമിനറിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ബുക്കും വേണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഈ കാണുന്ന ചാനൽ ഒരു ഫോണിലോ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇയർഫോൺ ഒക്കെ വെച്ചിട്ടാണെങ്കിലും അത് റെഡിയാക്കി വെക്കാം. അപ്പൊ ഞാൻ എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു. ഇതാണ് ഞാൻ ചാനൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എക്സാമിനർ +1 ചാനലാണ് എടുത്ത് വെച്ചത്. അപ്പോൾ +1 +2 കാർക്ക് ഈ സെയിം വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാൻ ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിതാ ഒരു ബുക്കിന് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുണ്ട്, ഒരു പെന്നൊക്കെ ഉണ്ട് ഫുൾ റെഡി ആയിട്ട്. ഇനി ഞാൻ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഏത് ചാപ്റ്റർ ആണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ 1 സെറ്റ്സ് എങ്ങനെ പഠിക്കണം എന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഫ്രഷ് പേജ് ഒക്കെ എടുക്കുന്നു. ഫ്രഷ് പേജസ് തുടങ്ങുക, ഒരു പെന്നൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നു. എന്നിട്ട് എന്താ എനിക്ക് വേണ്ടത്, നമുക്ക് സെറ്റ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത്. കാരണം അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും തുടങ്ങുക. ആൻഡ് സെറ്റ്സിന്റെ നിങ്ങൾക്ക് തിയറി അറിയുമോ എന്ന് നോക്കാം. ഓക്കെ, തിയറി അറിയാം, നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ ഡെഫിനേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ആദ്യം നോക്കാം. ഓക്കെ, അറിയായിരിക്കും അറിയില്ലായിരിക്കും, അതെന്തായാലും ആയിക്കോട്ടെ. നിങ്ങൾ ബുക്കൊക്കെ റെഡിയാക്കി വെക്കുക. ആൻഡ് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് എടുക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ അഗ്നി ബാച്ച് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ആപ്പിനുള്ളിൽ ഫുൾ ക്ലാസ് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് കാണുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ എടുത്ത് വെക്കുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ ഞാൻ എന്താണ് ഈ ലാപ്ടോപ്പിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിനറിന്റെ +1 നിങ്ങൾ +1 സ്റ്റുഡൻ്റ് ആണ്, +1 പേജ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ +2 ആണെങ്കിൽ +2 ചാനൽ ഓപ്പൺ ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട യൂട്യൂബിന് ഇന്റർഫേസ് കുറച്ച് മാറി. അപ്പോൾ ഇവിടെ കണ്ടോ, ആദ്യം വീഡിയോസ് കാണാം, പിന്നെ എന്താണ്, പിന്നെയാണ് ലൈവ് എന്ന് പറഞ്ഞിട്ട് വേറെ സെക്ഷൻ. നിങ്ങൾ വീഡിയോസിൽ കുറേ പോയി നോക്കുമ്പോൾ അയ്യോ ഈ ചാപ്റ്ററിന്റെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, എല്ലാം ഉണ്ട്. നിങ്ങൾ എന്താണ്, ഇവിടെ വീഡിയോസ് കാണാം, ഇവിടെ ലൈവ് കാണാം. അപ്പോൾ ലൈവിലേക്ക് പോയാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ +1 കുറേ സിലബസ് ഡിലീറ്റ് ചെയ്തു. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തന്നെ വളരെ സുന്ദരമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഏതൊക്കെ ചാപ്റ്ററിൽ എന്തൊക്കെ ഡിലീറ്റ് ചെയ്തു അത് മനസ്സിലാക്കുക. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സെറ്റ്സിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോ, എക്സസൈസ് 1.35 ക്വസ്റ്റ്യൻ 5 ഉണ്ട്. അപ്പോൾ പവർ സെറ്റ് എന്നുള്ള സംഭവം, അപ്പോൾ പവർ സെറ്റും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ വേണ്ട. അപ്പോൾ എന്താണ് ഡിലീറ്റഡ് സിലബസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പഠിക്കേണ്ട. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പഠിക്കുക, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു, നിങ്ങൾ ലൈക്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞു, ഓക്കെ ബ്യൂട്ടിഫുൾ, ഗുഡ് ജോബ്, അത് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് ചാനലിലേക്ക് വരും. നമ്മുടെ സെറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ ഈ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്ററും അടിപൊളിയായിട്ട് 1 ഷോട്ടിൽ ഫുൾ ചാപ്റ്റർ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇന്ന് രാത്രി നിങ്ങൾക്ക് അപ്പോൾ അറിയാം, ഇന്ന് 18th ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ലൈവ് കിട്ടും. ഓക്കെ, ഈ ലൈവിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈവ് റെഡിയാക്കി വെക്കുക, നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ലൈവ് ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തൊരു ലൈവ് എടുക്കാം. ഓക്കെ, അപ്പോൾ എക്സാമിനറിൻ്റെ ചാനൽ തന്നെ +1 അഗ്നീൻ്റെ ഒരു സാമ്പിൾ ക്ലാസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസിനുള്ള ഒരു കാര്യമുണ്ട്. ഓക്കെ, 30 മിനിറ്റ്സിന്റെ ലൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് രണ്ടും എടുത്ത് വെക്കുന്നു. ഓക്കെ, നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കറിയാം അലൻ സാർ എന്താ ക്ലാസ് എടുക്കുക, അടിപൊളി ഫുൾ പവർ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് തുടങ്ങാൻ പോകും. എന്താണ് തുടങ്ങേണ്ടത്, ഞാൻ ഇപ്പോൾ നോക്കുമ്പം കൊള്ളാം, സാർ അത്യാവശ്യം നല്ലൊരു സുന്ദരൻ സാർ എടുക്കുന്നു, നല്ല അടിപൊളി ക്ലാസ് ഒക്കെ എടുക്കുന്നു. ഞാൻ അങ്ങനെ മാത്സ് ഒക്കെ നോക്കിയിരിക്കുകയാണ്, കൊള്ളാം. അപ്പോൾ ഞാൻ അങ്ങനെ സ്കിപ്പ് അടിക്കുന്നു. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് അടിക്കുക. നിങ്ങൾ ലൈവായിട്ട് കാണുമ്പോൾ അത് കാണാം. ഇനി അത് കഴിഞ്ഞിട്ട് കാണുന്ന ആളാണ് നോക്കിക്കോ, ഞാൻ ഇപ്പോൾ കുറേയൊക്കെ സ്കിപ്പ് അടിക്കുന്നു. ഓക്കെ, എനിക്ക് സെറ്റിന്റെ ഡെഫിനേഷൻ ബേസിക് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് അറിയായിരിക്കും എന്താണ് സെറ്റിന്റെ ഡെഫിനേഷൻ. തക്കാളി, ഷുഗർ, മുട്ടേൻ്റെ ഒക്കെ ലിസ്റ്റ് പോലെ ആയിരിക്കും സംഭവം. അതൊക്കെ എനിക്കറിയാം. ഞാൻ അങ്ങനെ സ്കിപ്പ് അടിച്ചതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമായിട്ട് ഞാൻ സ്കിപ്പ് അടിച്ചു. സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഈ ഡെഫിനേഷൻ ഞാൻ തന്നെ പറയുന്നുണ്ട്, പഠിക്കേണ്ട ആവശ്യമില്ല, ആരും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ അത് സ്കിപ്പ് അടിച്ച് പോകുന്നു. ഇതൊരു ആദ്യത്തെ പ്രാവശ്യം കാണുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ലൈവ് കാണുമ്പോൾ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിലേക്കായിരിക്കും ഫോക്കസ്ഡ്. ഓക്കെ, ഇത് നിങ്ങൾ +1 ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ ഇങ്ങനെയാണ്. ഇനി സെറ്റിന്റെ ബ്രാക്കറ്റ് എങ്ങനെ എഴുതുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ആദ്യത്തെ ടോപ്പിക് തന്നെ മനസ്സിലാക്കേണ്ടത് റോസ്റ്റർ ഫോം സെറ്റ് ബിൽഡർ ഫോം എന്താ വ്യത്യാസം, അത് ഞാൻ പറയുന്നുണ്ട്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അവിടെയാണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്ലാസ്സിൽ അലൻ സാർ ഒരു ക്വസ്റ്റ്യൻ എത്തി, മാർച്ച് 2020 ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം പെണ്ണെടുക്കുക അലൻ സാർ ചെയ്യണം, ഞാനും ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ പോസ് ചെയ്യാം, ലൈവ് ആണെങ്കിലും ലൈവ് അല്ലെങ്കിലും പോസ് ചെയ്യാം. പോസ് ചെയ്തുകൊണ്ടൊരു കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്,
നിങ്ങളിതാ ഞാൻ എഴുതാൻ പോവാ എ ഇസ് ഈക്വൽ ടു എക്സ് നാച്ചുറൽ നമ്പർ എക്സ് ഇസ് ലെസ് ദാൻ 5ഉം എക്സ് ഇസ് ലെസ് ദാൻ 5ഉം എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 7ഉം. ഓക്കെ, ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് റഫ് കാര്യങ്ങൾ എഴുതി വെച്ചു. ഓക്കെ, റഫ് കാര്യങ്ങൾ എഴുതി വെച്ചു. ഇനി ഞാൻ ആൻസർ എഴുതാൻ പോവാണ്. ഏഴിൽ 5-നെക്കാട്ടും കുറവുള്ള ആൾക്കാരും 7-നെക്കാട്ടും കൂടുതലുള്ള ആൾക്കാരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 5-നെക്കാട്ടും കുറവാരുമില്ല, 7-നെക്കാട്ടും കൂടുതലായിട്ട് രണ്ടാളും കൂടി വരുന്ന ഒരാളുമില്ല. ഞാൻ എം ടി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്പർ ഓഫ് എ എന്താണ്? നമ്പർ ഓഫ് എ എൻ്റെ ഉള്ളിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയും നമ്പർ ഓഫ് എ 0. നമ്പർ ഓഫ് എ 0 എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അതോടെ എനിക്ക് ആ ക്വസ്റ്റ്യൻ കഴിയും. ഇനി ഞാൻ എന്ത് ചെയ്യും? സാർ ഈ സാർ ചെയ്യുന്നത് ശരിയാണോ നോക്കണം. ഓക്കെ, ഞാൻ കുറച്ച് സ്കിപ്പ് ഒക്കെ അടിക്കുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് ആൻസർ ലൈവിലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആൻസർ. ഓക്കെ, എന്റെ ലോജിക്ക് ശരിയാണോ? ഓ, എം ടി സെറ്റ് സെയിം ആൻസർ. സാറ് കൊള്ളാം എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ടൈപ്പ് ലൈവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ആയിരിക്കും. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്താണ് ചാടിക്കറി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് മനസ്സിലായി ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ വരും. ഓക്കെ, ലെറ്റ് എക്സ് ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ലെറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6, എക്സ് ഇസ് ഈക്വൽ ടു 1, 2. ഓക്കെ, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. അപ്പം എ എന്ന് പറയുമ്പോൾ എക്സിന്റെ ഒരു നമ്പറാണ്, നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പൊ എന്താണ് 1, 2, 3, 4, 5, 6 ഇല്ല. ഓക്കെ, ഇപ്പം 6 എഴുതിയാലും കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പം ഈ സാറ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ 6 ഇല്ല, അപ്പൊ തെറ്റ് മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് എഴുതാണ്ട് സാർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. നിങ്ങൾ വിചാരിക്കില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന. അപ്പൊ നിങ്ങളിപ്പം കറക്റ്റ് ആൻസർ എഴുതിയില്ല, തെറ്റ് എന്തെങ്കിലും വേണ്ടിയിരിക്കോ. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് 1, 2 എഴുതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസറിന്റെ റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം അത് ഞാൻ ചെയ്തു. ഫസ്റ്റ് ചെയ്തു എ ഇന്റർസെക്ഷൻ ബി ചെയ്തു. എ ഇന്റർസെക്ഷൻ ബി ചെയ്യുമ്പോൾ ഓക്കെ, രണ്ടിനും കോമൺ ആയിട്ട് ഞാൻ നോക്കുമ്പോൾ 1ഉം 2 ഉണ്ട് അല്ലേ? 1ഉം 2 ഉണ്ട്. അപ്പൊ ഞാൻ എന്താണ് 1, 2 എന്ന് എഴുതുന്നു. ആൻഡ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ് 3, 4, 5 കിട്ടുന്നു. ഓക്കെ, 3, 4, 5. ഓക്കെ, ഇത് അറിയില്ലെങ്കിൽ നിങ്ങളവിടെ ബ്ലാങ്ക് വിടുക, ഒരു കുഴപ്പമില്ല, ഒരു നാണക്കേടുമില്ല. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അനുസരണ ആൻസർ നോക്കാം. ഓക്കെ, ഇനി ഞാൻ ആൻസർ നോക്കി. ഓക്കെ, ആൻസർ ഒക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ല, എന്റെ മാച്ച് ചെയ്തു, കൺഗ്രാറ്റുലേഷൻസ്, സന്തോഷമാവാം. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ 3 മാർക്ക് പ്രീവിയസ് ഇയറിന് കിട്ടി. ഇനി നമുക്ക് എന്താണ്, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ടഫ് ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നു. ഓക്കെ, ടഫ് ക്വസ്റ്റ്യൻ എത്തുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇത് ടഫ് ക്വസ്റ്റ്യൻ? റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് എ. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 2022 എത്ര മാർക്കിന് ചോദിച്ചതാ? 3 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം ഇതിൽ പറയുന്ന എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. അപ്പൊ എന്താണ് 1, 2. ഇതിന്റെ പവർ സെറ്റ് എഴുതാൻ അറിയില്ല അല്ലെ? എല്ലാ സബ്സെറ്റ് എഴുതാന്ന് പറയുമ്പോൾ പവർ സെറ്റ് എഴുതാം. ഓക്കെ, അപ്പൊ പവർ സെറ്റ് എഴുതാൻ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, അങ്ങ് ശരിയാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഞാനിവിടെ എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, പവർ സെറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുന്നു. ഓക്കെ, ആദ്യം ഈ സാറ് പറയുന്നത് 5 വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ 5 വെച്ച് തുടങ്ങുന്നു. ഇനി ഓരോ ആൾക്കാരായിട്ട് എഴുതുന്നു. ഓക്കെ, അത് മനസ്സിലായി. അപ്പൊ 1 ഉണ്ട്, 2 ഉണ്ട്. ഇനി എന്താണ്? എല്ലാവരും എഴുതണം. അതാണ് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. ഓ, ഇനി അതിന്റെ കൂടെ ഫോർമുലയും കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട്. 2 എലമെന്റ് ഉള്ള ഈ സെറ്റില് സാർ പറയുന്നു എന്താണ് 2n എലമെന്റ്സ് ഉണ്ട്. അതാണ് 2 ആൾക്കാരെ 4 ആൾക്കാർ. എന്റെ ആൻസർ ശരിയാണോ? മനസ്സിലായാലും എന്ത് ചെയ്യണം? പവർ സെറ്റ് എവിടെയാണോ ആദ്യം പഠിപ്പിച്ച് അവിടേക്ക് പോയി സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് അത് കാണാം. ഓക്കെ, എന്നിട്ട് ഞാൻ കാണുന്നു അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാവുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. ഞാനും ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യുന്നു. അവിടെയാണ് നിങ്ങൾ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തു. ഓക്കെ, ഇപ്പൊ ചെയ്യുന്ന ക്വസ്റ്റ്യൻ 2022, 2021, 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 3 മാർക്കിനുള്ള. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാൻ എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നും നോക്കരുത്. അപ്പൊ ഇന്ന് ഗ്രൂപ്പ് 400 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ആ ഗ്രൂപ്പിൽ എത്ര 400 സ്റ്റുഡൻസ് ഉണ്ടെന്ന് ഞാൻ എഴുതി വെക്കുന്നു. 250 ക്യാൻ സ്പീക്ക്. ഓക്കെ, 250 ഹിന്ദിയാണ്, 200 ഇംഗ്ലീഷ് ആണ്. അങ്ങനെ എഴുതി സ്റ്റെപ്സ് ഒക്കെ എഴുതി. ഓക്കെ, എന്നിട്ട് എന്താണ് ഇവിടെ എന്ത് ഫോർമുല ഉപയോഗിക്കുക? മാത്സിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ഒന്നല്ല പ്രശ്നം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വേർഡ് പ്രോബ്ലം എന്ത് വേണമായിക്കോട്ടെ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ഫോർമുല പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതായിരുന്നില്ല സിമ്പിൾ പരിപാടി. നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളായിരുന്നു എന്താ വെച്ചാൽ ഏത് ഫോർമുല ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഇവിടെ 2n എന്നുള്ള പവർ സെറ്റിന്റെ ഫോർമുലയാണോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സൽ സെറ്റിനാണോ? അതൊന്നുമല്ല. എന്താണ് നമ്പർ ഓഫ് എ യൂണിയൻ ബി. അപ്പൊ നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. ഇവിടെ തെറ്റിച്ചോ കുഴപ്പമില്ല, പ്ലസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. തെറ്റി, ആൻസർ കിട്ടൂല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോണ്ടോ ഓ ഇവിടെ പ്ലസ് ആയിരുന്നില്ല, ആൻസർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മൈനസ് ആണ് അല്ലേ? മനസ്സിലായി. നിങ്ങൾ തെറ്റാണ് തലയിൽ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ നിന്ന് മാറ്റി കറക്റ്റ് ആൻസർ കിട്ടി. ഇതൊക്കെ ചെയ്തു. നിങ്ങൾ എന്താണ് ഈ ലൈവ് 1-2 മണിക്കൂറിന് ലൈവ് ഒക്കെ കണ്ടു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, അത്യാവശ്യം ഇവിടെ നിന്നൊക്കെ മനസ്സിലായി. മനസ്സിലാത്തപ്പം ആ ടോപ്പിക്കിന്റെ ഫസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇനി
കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ PDF കിട്ടുമല്ലോ, അൽസാറിന്റെ ക്ലാസ്സിന്റെ PDF നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് റെഫർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീണ്ടും മെല്ലെ റിവൈസ് ചെയ്യാം. ഇനി ഒരു ബുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിനറുടെ ബുക്ക് ആണെങ്കിൽ ഇതാ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇതാ സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ എടുക്കാം. നിങ്ങൾക്ക് ഒന്നും അറിയാതെ കാണാമെന്ന് വിചാരിച്ചോ. നമ്മൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്റർ എടുത്താൽ ഇവിടേക്ക് വരിക. ആദ്യം കുറച്ച് ഡെഫിനേഷനും ഫോർമുലേസും ഓരോ കാര്യങ്ങൾ തിയറി ആവശ്യമുള്ള മൊത്തം ഉണ്ട്. ഓക്കെ, ഇതിനെക്കാട്ടും കൂടുതൽ തിയറി ഒന്നും ആവശ്യമില്ല. ഫോർമുല ഉണ്ട്, റെപ്രസെന്റേഷൻ ഉണ്ട്, വെൻ ഡയഗ്രാം ഉണ്ട്, എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. 3 പേജിൽ കഴിഞ്ഞു. ഇനി എക്സാം ഓറിയന്റഡ് ക്വസ്റ്റൻ ഉണ്ട്. എക്സാമിന് വരുന്ന ടൈപ്പും NCERT എന്നുള്ള കുറച്ച് പിക്ഡ് ആയ വളരെ നല്ല ആൻസർ ഉണ്ട്. അപ്പൊ നോക്കിയേ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാം. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഇതിൽ മിക്ക ക്വസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിൽ എത്ര ക്വസ്റ്റൻ ഉണ്ട്? ഓൾറെഡി 23 30 ക്വസ്റ്റൻ ഉണ്ട്. 30 ക്വസ്റ്റൻ ഓൾറെഡി എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റൻ. ഇനി NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റൻ നോക്കാം. 31 കുറെ ക്വസ്റ്റൻസ് ഉണ്ട്. അവിടെ 39 വരെ 10 ക്വസ്റ്റൻ അവിടെ ഉണ്ട്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ കുറെ പ്രീവിയസ് ഇയർ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. ബാച്ചിലാണെങ്കിൽ എല്ലാം പ്രീവിയസ് ഇയർ ഞാൻ ചെയ്തിട്ടുണ്ടാവും, ഒന്നും പേടിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ അഗ്നി റീലോഡിൽ റിവിഷൻ ബാച്ചിലൊക്കെ ഫുൾ ചെയ്യും. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ബുക്കുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്കുള്ളവർ നിങ്ങൾ ഓരോ ക്വസ്റ്റൻ എടുക്കാം. അപ്പൊ ഈ സെയിം ക്വസ്റ്റൻ 40th ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അൻസാറിന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് സിംപ്ലായി. ആ സെക്കൻഡ് ക്വസ്റ്റനും ചെയ്തിട്ടുണ്ട്, അതും ചെയ്തു. അപ്പൊ March 2020 ക്വസ്റ്റൻ ചെയ്തു. ഇനി നോക്കാം, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില ക്വസ്റ്റനൊക്കെ ചില ചാപ്റ്റേഴ്സിന്റെ ഒക്കെ വേറെ ആയിരിക്കും. കുഴപ്പമില്ല, സെറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയിലും കൂടി വരുന്ന ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അവിടെ വരില്ല. ഇത് നോക്കിയാൽ നമുക്ക് 44th ക്വസ്റ്റൻ എടുക്കാം. ഈ ക്വസ്റ്റൻ എടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക, മനസ്സിലാണെന്ന് നോക്കുക. ഇതും പവർ സെറ്റിലാണ്. പവർ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത്ര മനസ്സിലായില്ല. അപ്പോൾ ഒന്നും കൂടി അലൻസാറിന്റെ ക്ലാസ് വന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യുക, ഒരു ലൈവ് ക്ലാസ് വെച്ചിട്ട് സിമ്പിൾ 1 hour അല്ലെ 1.5 hour ക്ലാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ, ഈ ബുക്കിലുള്ള എല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ, ടോട്ടൽ 60 ക്വസ്റ്റൻ ഉണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് 1.5 മണിക്കൂർ കണ്ടു, അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക. അരമണിക്കൂർ ബ്രേക്ക് ഒക്കെ എടുത്തോ. എന്നിട്ട് തലയിലെല്ലാം ഫ്രഷ് ആയിട്ടുണ്ട്. ഞാനൊരു റൂൾ ഉണ്ടാക്കി തരാം. ഞാനൊരു അടിപൊളി ഗ്രാഫൊക്കെ ഉണ്ടാക്കി തരാം. ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഗ്രാഫ്. ഓക്കെ, ഇത് നിങ്ങൾ എന്താണ് ടൈം. ഓക്കെ, ടൈം സ്പെൻഡ്, ടൈം ഇങ്ങനെ മൂവ് ചെയ്യണം. ഇവിടെ എന്താണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് സോൾട്ടോ അങ്ങനെ ഒന്നല്ല, നിങ്ങളുടെ തലേന്റെ കോൺസെൻട്രേഷൻ നിൽക്കുന്നു. നിങ്ങൾ ആദ്യം ഭയങ്കര കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടി ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ ഫുൾ 0 ആവില്ല, ഇങ്ങനെ കുറഞ്ഞു വരും. പെട്ടെന്ന് തന്നെ കുറയും. നിങ്ങളൊരു അരമണിക്കൂർ പഠിച്ചാൽ കുറയും. ഇനി ഞാൻ അടിപൊളി പറഞ്ഞുതരാം. ഞാനൊരു എവിടെയോ കണ്ടതാണ് കേട്ടോ, ഒരു വലിയ പ്രൊഫസർ പറഞ്ഞതാണ്. നമുക്ക് ഇങ്ങനെ പഠിക്കുന്നതിന് പകരം സൈക്കോളജിയോ അല്ലെ അങ്ങനത്തെ ഒരു പ്രൊഫസർ, സൈക്യാട്രിക് പ്രൊഫസർ പറഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ എങ്ങനെ ശരിയാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സെയിം ഗ്രാഫ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം 30 മിനിറ്റ് പഠിച്ചു. അപ്പോൾ സെയിം ചെരുവുണ്ട് കേട്ടോ. ആദ്യം കോൺസെൻട്രേഷൻ അടിപൊളിയായിരുന്നു, കുറച്ച് കുറഞ്ഞു, ഇത്രയും കുറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെ ബ്രേക്ക് എടുക്കാം. 5 മിനിറ്റ്, എനിക്ക് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തു. 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ റിവാർഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്രയും പഠിച്ചു, എന്റെ തലയിൽ കയറി, ഞാൻ ബ്രേക്ക് എടുക്കുക, എനിക്ക് ബ്രേക്ക് വേണം. 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു, അല്ലെ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെയും തുടങ്ങുമ്പോൾ ഇവിടെ നല്ല എന്റെ കോൺസെൻട്രേഷൻ തുടങ്ങി. ഇവിടെ നിന്നിട്ട് ആ ലെവൽ നല്ല തുടങ്ങും. ഞാൻ കുറച്ച് റിഫ്രഷ് ആയി, എനിക്ക് ആ മാത്സ് ഒക്കെ ഒന്ന് പോയി കിട്ടി. ഞാൻ എന്താണ് കുറച്ച് ഉപ്പും മുളകും കൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ നോക്കി, ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷണം കഴിച്ചാൽ അച്ഛനോടും അമ്മേനും കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലെ പട്ടി കൂട്ടിയോട് കളിച്ചു കഴിയും. അപ്പൊ നമ്മൾ എനർജി കുറച്ച് കൂടും. ഇത്രയും തിരിച്ചു വരില്ല കേട്ടോ, ഫ്രഷ് ആവൂല, കുറച്ച് കൂടി. ഞാൻ കുറച്ചുകൂടി തിരിച്ചു. ഓക്കെ, കുറച്ച് താഴെ തുടങ്ങി ഇവിടെ എത്തി. ഓക്കെ, കുറച്ചുകൂടി കുറയും. ഒരു 30 മിനിറ്റ് പഠിച്ചു. ഓക്കെ, ഇവിടെ എത്തി. അപ്പോൾ കുറച്ച് കുറഞ്ഞു കേട്ടോ. ഇനി എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി എനിക്ക് എനർജി തിരിച്ചു കിട്ടി. ഇങ്ങനെ പോകുന്നു. അപ്പോൾ എന്താ നോക്കിയേ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എനിക്ക് കുറേ കോൺസെൻട്രേഷൻ ലെവൽസ് കിട്ടും. ബേസിക്കലി ഹൈ കോൺസെൻട്രേഷൻ ലെവൽസിൽ എനിക്ക് മൊത്തം പഠിക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പം 2 മണിക്കൂർ മൊത്തം പഠിക്കുന്നതിന് നേരം 30 മിനിറ്റ് പഠിച്ചു, ബ്രേക്ക് എടുത്തു. 10 മിനിറ്റ് 30 മിനിറ്റ് പഠിച്ചു, ബ്രേക്ക് എടുത്തു. അപ്പൊ നമ്മൾ റിവാർഡ്, നമ്മൾ പഠിച്ചു ബ്രേക്ക്. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവല് അങ്ങ് ഹൈ ആയിരുന്നോളും, മടുക്കൂല, ഉറക്കം വരുമല്ലോ. നിങ്ങൾക്കറിയാം, 25 മിനിറ്റ് 5 മിനിറ്റ് കൂടി പഠിച്ചാൽ ഞാൻ ബ്രേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് തീരുമാനിക്കാം. അങ്ങനെ ആകുമ്പോൾ ഗുണം എന്താ, നിങ്ങൾ സ്വന്തം തന്നെ എന്താണ് റെഡി ആയിക്കോളും അടുത്ത പഠിച്ച് തീർക്കാൻ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു C+ അല്ലെങ്കിൽ B+ അല്ലെ A എന്ത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ആ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മേക്ക് ഷുവർ നിങ്ങൾ ആ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഓക്കെ, സോ ദാറ്റ് എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഒക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസവും നോക്കുക ലൈവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഓക്കെ, അതിനാണ് നിങ്ങൾക്ക് ഈ ചാനൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ +1 ആയിക്കോട്ടെ, +2 സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാമിന് എല്ലാ ചാപ്റ്ററിൻ്റെയും നിങ്ങൾക്ക് 1 ഷോട്ട് കിട്ടുന്നതായിരിക്കും. അത് എല്ലാവരും കാണാം. അത് കഴിഞ്ഞിട്ട് മാരത്തോൺ ക്ലാസ്സസ് ഉണ്ട്, അതും കാണാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും.
ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് C++ A+ ഫൈനൽ എക്സാമിന് ഫുൾ മാർക്കും മേടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ പഠിച്ച സ്ട്രാറ്റജി ട്രൈ നോക്കുക. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, ക്ലാസ് എടുക്കുമ്പോൾ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ആൻഡ് അതൊക്കെ വർക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ. കണ്ടന്റ് ഒക്കെ നമ്മൾ അടിപൊളി തരുന്നുണ്ട്, ബുക്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എങ്ങനെ പഠിക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പഠിക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലായി ഉണ്ടാവും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു, ബൈ ബൈ, ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.